الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ മനുഷ്യർ പരസ്പരമുള്ള സ്നേഹത്തിന് പല മാനദണ്ഡങ്ങളുണ്ട്. ഒന്നുകിൽ കടമകളായിരിക്കും, അല്ലെങ്കിൽ പ്രതീക്ഷകളായിരിക്കും. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും പരിപാലിക്കുന്നതുമെല്ലാം ചില പ്രതീക്ഷകൾക്ക് മുകളിലാണ്. മക്കൾ മാതാപിതാക്കളെ തിരിച്ച് സ്നേഹിക്കുന്നതും വാർദ്ധക്യകാലത്ത് അവരെ പരിപാലിക്കുന്നതുമെല്ലാം ചില കടമകളുടെയും കടങ്ങളുടെയും പേരിലാണ്. മനുഷ്യർ തമ്മിലുള്ള എല്ലാ സ്നേഹങ്ങൾക്കും ബന്ധങ്ങൾക്കും ചില ഉപാധികളുണ്ട്. ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ തുച്ഛമാണ്. റിട്ടേൺ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം, എന്നാൽ മാത്രമേ ശരിയായ സ്നേഹം അങ്ങോട്ട് പുറത്തു വരുള്ളൂ. അതുകൊണ്ടാണ് 10-30 കൊല്ലമൊക്കെ ഗൾഫിൽ നിന്നിട്ട് അവസാനം നാട്ടിൽ വരുമ്പോൾ ചില ഭാര്യമാരുടെ സ്വഭാവം മാറുന്നത്, ചില മക്കളുടെ സ്വഭാവം മാറുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ നായ്ക്കൂട്ടങ്ങൾ എച്ചിലുകൾക്ക് കടിപിടി കൂടുന്ന മാലിന്യ കൂമ്പാരത്തിൽ നിന്നൊരു പച്ച മനുഷ്യനെ കിട്ടിയിട്ടുണ്ട്, ജീവനുള്ള. രാവിലെ സുബഹിൻ്റെ സമയത്ത് ഒരു കാസർഗോട്ടുകാരനാണ്. അയാളെ അയാളുടെ ഭാര്യയും മക്കളും കൂടി അവിടെ കൊണ്ടുവന്ന് തള്ളിയതാണ്. കാരണം അയാളെ കൊണ്ടുള്ള എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു. ഒരുപാട് കൊല്ലം, ദശകങ്ങളോളം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച് പാടുപെട്ട് വീടുണ്ടാക്കി, ഭാര്യയെ കഴിയുന്നത് പോലെ പരിപാലിച്ചു, മക്കളൊക്കെ പഠിപ്പിച്ചൊരു വഴിയിലാക്കി. ഇനി അയാൾ ചണ്ടിയാണ്, അയാൾ ആവശ്യമില്ല, അയാളൊരു ബാധ്യതയാണ്. ആ ബാധ്യതയെ ഒഴിവാക്കിയ രീതിയാണത്. ലോകത്ത് നടക്കുന്ന മാതൃപിതൃ പീഡനങ്ങളുടെ എല്ലാം കാരണം മനുഷ്യരുടെ സ്നേഹം കേവലം ഉപാധികളിൽ ഒതുങ്ങുന്നതാണ് എന്നതാണ്. ഉപാധികളില്ലാതെ ആരാണ് നമ്മളെ സ്നേഹിക്കുക? ആർക്കാണ് ഉപാധികളില്ലാതെ നമ്മൾ സ്നേഹിക്കാൻ പറ്റുക? അതിനൊറ്റ മറുപടിയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഉപാധികളില്ലാതെ നമ്മളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ.
റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കും പറ്റൂല, ഒരു മനുഷ്യനും പറ്റൂല. ഉമ്മാക്കായാലും വാപ്പാക്കായാലും സഹോദരി സഹോദരന്മാരൊക്കെയായാലും ഭാര്യമാർക്കായാലും മക്കൾക്കായാലും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹ്ക്ക് നമ്മളുടെ അടുത്ത് എന്താണ് റിട്ടേൺ കിട്ടേണ്ടത്? നമ്മൾ അള്ളാഹിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്താണ് നഷ്ടപ്പെടുക? നമ്മൾ പടച്ചവനെ തസ്ബീഹ് ചൊല്ലിയിട്ടില്ലെങ്കിൽ, അവന് വേണ്ടി നോമ്പെടുത്തിട്ടില്ലെങ്കിൽ, അവന് വേണ്ടി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് നഷ്ടമാണ് പടച്ചവനുണ്ടാവുക? ഈ ലോകത്തുള്ള സകല മനുഷ്യരും അബൂജഹലിനെ പോലെ ധിക്കാരികളായി തനി തോന്നിവാസികളായി മാറിയാലും അള്ളാഹുവിൻ്റെ രാജാധികാരത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും കുറയാൻ പോകുന്നില്ല. ഇനി ഈ ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവനും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പരിപാവനമായ സ്വഭാവത്തിൻ്റെ ഉടമകളായാലും അള്ളാഹുവിൻ്റെ മുലൂക്കിയത്തിൽ, അള്ളാഹുവിൻ്റെ രാജാധികാരത്തിൽ ഒന്നും തന്നെ കൂടാനും പോകുന്നില്ല. പക്ഷെ അള്ളാഹു എന്നിട്ട് നമ്മളെ സ്നേഹിക്കാണ് ഉപാധികളില്ലാതെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് സഹാബികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാതായ തൻ്റെ മകനെ അന്വേഷിച്ച് വെപ്രാളപ്പെട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചത്, ആ സ്ത്രീക്ക് ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയാൻ കഴിയും? സഹാബികൾ ഒന്നടങ്കം സംശയലേശമന്യ മറുപടി പറഞ്ഞു, ഒരിക്കലുമില്ല. അപ്പോൾ റസൂൽ തിരിച്ചു പറഞ്ഞു കൊടുക്കാണ്, ഈ സ്ത്രീക്ക് അതിൻ്റെ കുട്ടിയോടുള്ളതിനേക്കാൾ 70 ഇരട്ടി സ്നേഹം അള്ളാഹുവിന് അവൻ്റെ അടിമയോടുണ്ട്, അടിമകളോടുണ്ട്. കുറച്ച് സഹാബികൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരാൻ, എന്നിട്ട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് എങ്ങനെയാണ്? അവർക്ക് ആഗ്രഹം ഒന്ന് അറിയാൻ. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ദുആ ചെയ്യാനുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അവർക്കൊരു ആഗ്രഹം, എങ്ങനെയാണ് നമ്മുടെ റബ്ബ്? എന്നിട്ട് അവർ ചോദിക്കാണ്, റബ്ബുന ഖരീബ് ഫനുനാജി, ഞങ്ങളുടെ റബ്ബ് അടുത്താണോ? ഞങ്ങളൊന്ന് ചെറുങ്ങനെ വിളിച്ചാൽ തന്നെ ഞങ്ങളുടെ റബ്ബ് കേൾക്കുമോ? ഫനുനാജി, എങ്കിൽ ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ ആരോരും അറിയാതെ ഞങ്ങൾക്ക് അവനോട് സ്വകാര്യമായി പറയാനുണ്ട്. പരിഭവങ്ങളായി, പരാതികളായി, ദുഃഖങ്ങളായി അവനോട് പറയാറുണ്ട്. റബ്ബുന ബഈദ്, അല്ല ഞങ്ങളുടെ റബ്ബ് വിദൂരത്താണോ? ഫനുനാദി, എങ്കിൽ ഞങ്ങൾ മൈതാനികളിൽ ചെന്ന് നിന്ന് തൊണ്ട പൊട്ടി ഒച്ചത്തിൽ വിളിച്ചു കൂവിക്കോളാം ഞങ്ങളുടെ റബ്ബിനെ. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയല്ല. ആ സ്വഹാബത്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് രാജാതിരാജനായ അല്ലാഹുവാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആയത്തിനാൽ പറഞ്ഞയക്കാണ്. ആ ആയത്ത് ഇന്നും പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണ് ആയത്ത്? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അടിമകൾ അങ്ങയുടെ അടുത്ത് വന്നിട്ട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയാണ്, സമീപസ്ഥനാണോ വിദൂരസ്ഥനാണോ എന്ന് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം നബിയേ, സംശയമില്ലാതെ പറഞ്ഞു കൊടുക്കണം നബിയേ, ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ അടുത്തു തന്നെയുള്ളവനാണ്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, വേദനിക്കുന്നവൻ വേദനയോടെ വിളിക്കുമ്പോ, പ്രയാസപ്പെടുന്നവൻ പ്രയാസത്തോടെ വിളിക്കുമ്പോ ആ പ്രയാസത്തിന് മറുപടി നൽകുന്നവനാണ് ഞാൻ, ആ ദുആക്ക് മറുപടി നൽകുന്നവനാണ് ഞാൻ. അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദആ ഫയക്ഷിഫുസ്സൂ ويجعل لكم خلفاء الأرض أإله مع الله أمن يجيب, ആരാണ് മറുപടി നൽകുക? മുൽത്തറ ഇദാ ദആ, വേദനിക്കുന്നവൻ വേദനിച്ചിട്ട് വിളിക്കുമ്പോ അല്ലാഹു അല്ലാതെ ആരാണ് മറുപടി നൽകുക? ഫയക്ഷിഫുസ്സൂ, എന്നിട്ട് അവന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക ആരാണ്? ഇലാഹും മഅല്ലാഹ്, അല്ലാഹു അല്ലാതെ അവനെ കൂടാതെ നിങ്ങൾക്ക് വേറെ റബ്ബുണ്ടോ? വേറെ ഇലാഹുകളുണ്ടോ? വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ ഹൃദയാന്തരങ്ങളിലെ വികാരങ്ങളുടെ ആന്തോളനങ്ങൾ അറിയുന്നവൻ നാമാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ അവനോട് അടുത്തിരിക്കുന്നവനും നാം തന്നെയാണ്. രോഗിയായി കട്ടിലിൽ കിടക്കുമ്പോ, സ്വന്തം വാക്കുകൾ കേൾക്കാൻ, സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലാതെയാകുമ്പോ, നമ്മുടെ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് സ്വന്തം മക്കള് പോലും ആഗ്രഹിച്ചു പോകുമ്പോ, ആര്
ആരാർക്കും വേണ്ടാതാകുമ്പോ, എല്ലാവർക്കും ബാധ്യത മാത്രമായി മാറുമ്പോ, നമ്മുടെ ഹൃദയത്തിന്റെ തേട്ടങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളും അറിയാൻ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉള്ളത് റബ്ബ് മാത്രമാണ്, അല്ലാഹു മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ താളുകൾ എടുത്ത് മറിച്ച് നോക്കുമ്പോ ഒരുപാട് ദുആകൾ നമുക്കവിടെ കാണാൻ കഴിയും, ഒരുപാട് തേട്ടങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. സ്വഹാബത്തിന്റെ തേട്ടങ്ങൾ കാണാം, അതുപോലെ തന്നെ അമ്പിയാക്കളുടെ തേട്ടങ്ങൾ കാണാം, ഔലിയാക്കളുടെ തേട്ടങ്ങൾ കാണാം. ഈ ദുആകളെല്ലാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ വിനയത്തോടെ, അങ്ങേയറ്റത്തെ താഴ്മയോടെ, അങ്ങേയറ്റത്തെ സമർപ്പണത്തോടെ അവരെല്ലാം വിളിച്ചത് അല്ലാഹുവിനെ മാത്രമാണ്, അവരെല്ലാം സങ്കടം പറഞ്ഞത് അല്ലാഹുവിനെ മാത്രമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിച്ചപ്പോൾ അല്ലാഹ് പറയുകയാണ്, ആദം ഉസ്കുന്ന വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ, നിങ്ങൾ ഈ സ്വർഗ്ഗത്തിൽ സ്വച്ഛന്തം വിഹരിച്ചു കൊള്ളുക, നിങ്ങൾക്കിടെ ഇവിടെ പരിമിതികളും പരിധികളുമില്ല, ആഗ്രഹമുള്ള വൃക്ഷങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പഴങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അല്ലാഹു പറയുകയാണ്, ഒരു വൃക്ഷത്തിനോട് മാത്രം നിങ്ങൾ എടുത്തു പോകരുത്. പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ട്, പിശാചിന്റെ ചതിയിൽപ്പെട്ടുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയുന്നത് പോലെ ആ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് ഭക്ഷിക്കുകയാണ്. എന്താണ് ഉണ്ടായത്? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഭൂമിയിലേക്ക് വന്നു. വലിയ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. ഇന്നലെ വരെ അള്ളാഹുവിന്റെ ചാരത്താണ്, ഓരത്താണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലാണ്. ഇന്ന് ജരാനരകളല്ല, വാർദ്ധക്യമുള്ള ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെ ജീവിക്കണമെന്നറിയില്ല, അള്ളാഹു കോപിച്ചിട്ടുണ്ടോ എന്നറിയില്ല, മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസമുണ്ട്. ആ പ്രയാസവും പേറിക്കൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. ആദമും ഹവ്വയും പ്രാർത്ഥിക്കുകയാണ്, ആദി പിതാവും മാതാവും പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ. ളലംനാ, ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുകയാണ്, അൻഫുസനാ, ഞങ്ങളുടെ സ്വന്തത്തോട്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ, ഞങ്ങൾ ദുരിതക്കാരിൽ പെട്ടുപോകും റബ്ബേ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. രണ്ടാമതായി ഭൂമിയിലേക്ക് വന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കൊല്ലമാണ് പ്രബോധനം ചെയ്തത്? 9 നൂറ്റാണ്ടിലധികം, 950-ൽ-അധികം വർഷമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം നടത്തിയത്. എന്നിട്ടും വിശ്വസിച്ചത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. പല ആളുകളെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്, ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ നന്നാവൂല, ആ നാട്ടിലെ മനുഷ്യന്മാര് നന്നാവൂല, അതുകൊണ്ട് അവരോട് സംസാരിക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറയാറുണ്ട്. മടുപ്പ് തോന്നാറുണ്ട് നമുക്ക്, വിരക്തി തോന്നാറുണ്ട് നമുക്ക്. പക്ഷേ 900 ചില്ലാനം വർഷം അള്ളാഹുവിന്റെ ദൗത്യമേറ്റെടുത്തുകൊണ്ട് തന്റെ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് അവസാനം നിരാശയോടെ, പ്രയാസത്തോടെ അദ്ദേഹം പരിഭവം പറയുന്നൊരു രംഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ പരിഭവം എന്താണെന്നറിയുമോ? ആ പരിഭവം പറയുന്നത് അള്ളാഹുവിനോടാണ്. ഖാൽ, നൂഹ് നബി പറയുകയാണ്, റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ ദഅൗതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ. അല്ലാഹുവേ, നീ എന്നെ ഏൽപ്പിച്ചതുപോലെ രാവും പകലും ഞാൻ അവരെ വിളിച്ചു റബ്ബേ. ഫലം യസിദ്ഹും ദുആഇ, എന്റെ വിളി അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇല്ലാ ഫിറാറാ, ഓട്ടമില്ലാതെ, തിരിഞ്ഞോട്ടമില്ലാതെ. ഏതൊക്കെ സമയത്ത് ഞാൻ അവരെ വിളിച്ചുവോ റബ്ബേ, ആ സമയത്തെല്ലാം അവരുടെ വസ്ത്രങ്ങൾ മുഖത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് അവരെന്നിൽ നിന്ന് ഓടിക്കളയുകയാണ് റബ്ബേ, എന്നിൽ നിന്ന് ഓടി മറയുകയാണ്, എന്റെ ഹൃദയത്തെ പ്രയാസപ്പെടുത്തുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്, പരിഭവം പറച്ചിലാണ്, അള്ളാഹുവിനോടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ കഅബാലയത്തിന്റെ, കഅബ ഷരീഫിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം
സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും നീ മാത്രമാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽനാ മുസ്ലിമൈന ലക്, വജഅൽനാ മുസ്ലിമൈന ലക്, ഒരു പുരുഷായുസ് മുഴുവൻ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പണമർപ്പിച്ചുകൊണ്ട്, സ്വന്തം അർപ്പിച്ചുകൊണ്ട് ജീവിച്ചെന്നിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വജഅൽനാ മുസ്ലിമൈന ലക്, എന്നെയും എൻ്റെ മോനെയും റബ്ബേ നിനക്ക് കീഴ്പ്പെട്ടവരായി മാറണമേ. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ, എൻ്റെ ഞങ്ങളുടെ രക്ഷിതാവേ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. അല്ലാഹുവേ, ഈ കഅബാലയത്തിന്റെ ചുറ്റിലും ഉണ്ടാകാൻ പോകുന്ന ജനസമുദായത്തിൽ ഒരു പ്രവാചകനെ നീ പറഞ്ഞയക്കണമേ, ഒരു നബിയെ നീ പറഞ്ഞയക്കണമേ, നിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്ന ആ ജനതയെ ശുദ്ധീകരിക്കുന്ന ഒരു നബിയെ നീ പറഞ്ഞയക്കണമേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥനയുടെ ഉത്തരമെന്നോണമാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ അവസാനത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തുമായി കടന്നു വരുന്നത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അവിടുന്ന് അങ്ങോട്ട് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. ആരായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം? സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും ആരോഗ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും പടച്ച റബ്ബ് ഒരുപാട് അനുഗ്രഹിച്ച വ്യക്തിയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 11 മക്കളും ചില്ലറ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മരിച്ചു വീഴുകയാണ്. എല്ലാവരും മരിക്കുകയാണ്. സമ്പത്ത് നഷ്ടപ്പെടുകയാണ്, ആരോഗ്യം നഷ്ടപ്പെടുകയാണ്, ശരീരത്തിൽ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്, ഭീകരമായ വേദനാജനകമായ രോഗത്തിനടിമപ്പെടുകയാണ്. എന്നിട്ട് 18 കൊല്ലക്കാലം, 18ഓളം വർഷം ഈ ദുരിതത്തിലും പ്രയാസത്തിലും കഴിഞ്ഞ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അദ്ദേഹത്തിന്റെ രക്ഷിതാവിനെ വിളിച്ച സന്ദർഭം, ഇദ് നാദാ റബ്ബ, അദ്ദേഹത്തിന്റെ രക്ഷിതാവിനെ വിളിക്കുകയാണ്, അന്നി മസ്സനിയദ്ദുർ, എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, അല്ലാഹുവേ, എന്നെ ഇതാ ദുർബ ബാധിച്ചിരിക്കുകയാണ്, പ്രയാസം ബാധിച്ചിരിക്കുകയാണ്. വഅൻത അർഹമുർ റഹീമീൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവൻ നീയാണ് റബ്ബേ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അള്ളാഹുവിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്റെ സമുദായത്തിൽ പ്രവർത്തിച്ച് തന്റെ സമുദായത്തിന്റെ പിന്തിരിഞ്ഞോട്ടം കണ്ട് നിരാശപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതിന്റെ മുന്നേ കപ്പൽ കയറി നാടുവിടാൻ തീരുമാനിച്ച യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചില കാരണങ്ങളാൽ കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ആ കടലിന്റെ അനന്തമായ ആഴിയിൽ ഏതോ ഒരു മത്സ്യം വന്നുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിഴുങ്ങിക്കളയുകയാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് വദന്നൂനി ഇദ്ദഹബ മുഗാദിബാ ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിദ്ദുലുമാത്. ആ ഇരുട്ടുകളിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദന്നൂൻ വിളിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല, നീ എത്രയോ പരിശുദ്ധനാണ് റബ്ബേ, നിന്റെ പരിശുദ്ധി എത്രയോ വലുതാണ് റബ്ബേ, അളക്കാൻ പറ്റാത്തതാണ് നാഥാ. ഇന്നി കുൻതു മിനദ് ളാലിമീൻ, ഞാനിതാ അക്രമകാരികളിൽ പെട്ടിരിക്കുകയാണ്. സർവവും സമർപ്പിക്കുകയാണ്, തന്റെ തെറ്റ് സമ്മതിക്കുകയാണ്, അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. അവിടുന്ന് അങ്ങോട്ട് മഹാനായ സക്കരിയ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തേട്ടം, സക്കരിയ്യാ നബിയുടെ സംരക്ഷണയിലായിരുന്നു മറിയം ബീവി. മറിയം ബീവി അള്ളാഹുവിന്റെ വലിയായിരുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു. സക്കരിയ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മിഹ്റാബിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഒരുപാട് ഫലവർഗ്ഗങ്ങൾ, ആ നാട്ടിൽ കിട്ടാത്ത, ആ കാലാവസ്ഥയിൽ കിട്ടാത്ത, ആ കാലഘട്ടത്തിൽ കിട്ടാത്ത ഒരുപാട് ഫലവർഗ്ഗങ്ങൾ. സക്കരിയ്യാ നബി ചോദിക്കുകയാണ്, അന്നാ ലകി ഹാദാ, അന്നാ ലകി ഹാദാ, മറിയമേ, എവിടെ നിന്നാണ് നിനക്ക് ഈ ഫലവർഗ്ഗങ്ങൾ കിട്ടിയത്? എവിടെ നിന്നാണ് നിനക്ക് ഈ റിസ്ക് കിട്ടിയത്?
ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ കൊടുക്കുന്നു. കറാമത്ത് കാണുകയാണ്, ഒരു വലിയന്റെ കറാമത്ത് കാണുകയാണ്. ആര്? മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ചെയ്തത് എന്താണ്? അവിടെ വെച്ച് ഹുനാലിക ദആ സക്കരിയ റബ്ബ, അവിടെ വെച്ച് സക്കരിയ നബി അല്ലാഹുവിനെ വിളിക്കുകയാണ്. കാരണം എന്താണ്? ജരാനരകൾ ബാധിച്ചിട്ടുണ്ട്, താടിരോമങ്ങൾ തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, കൈകാലുകളുടെ ബലങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ണിന്റെ കാഴ്ച മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഭാര്യയാണെങ്കിൽ മച്ചിയാണ്, പ്രസവിക്കാത്തവളാണ്, ഇന്ന് വരെ ഒരു കുട്ടിയുണ്ടായിട്ടില്ല. തന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകത്വ ദൗത്യമേറ്റെടുത്തുകൊണ്ട് സമുദായ മധ്യത്തിലേക്ക് ഇറങ്ങാൻ ഒരു അനന്തരാവകാശിയില്ല. ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് എന്താണ്? മറിയം ബീവിയോട് സങ്കടം പറഞ്ഞില്ല, അവരോട് തന്റെ ആവശ്യം പറഞ്ഞില്ല, മറിച്ച് ആ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തതാരാണോ, ആ മറിയം ബീവിക്ക് അത്ഭുതങ്ങൾ നൽകിയതാരാണോ, ആ റബ്ബിനെ വിളിക്കുകയാണ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ, അല്ലാഹുവേ നിന്റെ വകയായി എനിക്കൊരു നല്ല സന്താനത്തെ നൽകണമേ, നിശ്ചയം നീ ദുആകളെല്ലാം കേൾക്കുന്നവനാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. പരിശുദ്ധമായ ബദർ നടക്കുന്ന റമദാൻ 17 ബദർ നടക്കുമ്പോ ആ ബദറിന്റെ ദിവസത്തിന്റെ തലേന്ന് രാത്രി സർവായുധ സജ്ജരായി മുശ്രിക്കുകൾ അപ്പുറത്ത് ഭാഗത്ത് നിൽക്കുകയാണ്. ഒട്ടിയ വയറുമായി, വിരൽ കൊണ്ട് എണ്ണാൻ കഴിയുന്ന വാരിയെല്ലുകളുമായി, കുഴിഞ്ഞ കണ്ണുകളുമായി, തുരുമ്പ് പിടിച്ച വാളുകളുമായി, തുരുമ്പ് പിടിച്ച പരിചകളുമായി, ഓടാൻ ശേഷിയില്ലാത്ത കുതിരകളുമായി, ഭൗതികമായ സകല മാനദണ്ഡങ്ങൾ വെച്ചും സർവ പരാജയങ്ങളും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ആ സ്വഹാബത്തിനെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാന്റെ റസൂല് പറയുകയാണ്, റബ്ബേ ഈ ചെറിയ വിഭാഗം നശിക്കുകയാണെങ്കിൽ, നാളത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഈ ദുനിയാവിൽ പിന്നെ ഉണ്ടാകില്ല റബ്ബേ, അതുകൊണ്ട് ഫൻസുർഹും, അവരെ നീ സഹായിക്കണമേ എന്ന് ആരോടാണ് നബി പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോടാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. ആ ദുആകളെല്ലാം പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ ദുആ, ആ അമ്പിയാക്കളുടെ ദുആകളെല്ലാം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ ദുആ എല്ലാം എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? റബ്ബന, അല്ലാഹുമ്മ, റബ്ബി, ഇങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേറെ രീതിയിലുള്ള ദുആ നമുക്ക് കാണാം. ഇനി വേണ്ട, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ആ സന്ദർഭങ്ങളിലെല്ലാം ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ഇറങ്ങുമ്പം പ്രാർത്ഥനയുണ്ട്, ചെരുപ്പിടുമ്പം പ്രാർത്ഥനയുണ്ട്, വാഹനത്തിലേക്ക് കയറുമ്പം പ്രാർത്ഥനയുണ്ട്, വസ്ത്രം ധരിക്കുമ്പം പ്രാർത്ഥനയുണ്ട്, ബാത്റൂമിലേക്ക് കയറുമ്പം പ്രാർത്ഥനയുണ്ട്, ഇറങ്ങുമ്പം പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ കയറുമ്പം പ്രാർത്ഥനയുണ്ട്, ഇറങ്ങുമ്പം പ്രാർത്ഥനയുണ്ട്, അങ്ങാടിയിലേക്ക് പോകുമ്പം പ്രാർത്ഥനയുണ്ട്, പുതിയ വസ്ത്രം അണിയുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ഏത് രംഗത്താണ് ദുആ ഇല്ലാത്തത്? ഈ ദുആ എല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എല്ലാം അല്ലാഹുമ്മ 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 അല്ലാഹുമ്മ. യാ നബി എന്ന് പറഞ്ഞിട്ടൊരു ദുആ ഇല്ല, യാ വലി എന്ന് പറഞ്ഞിട്ടൊരു ദുആ ഇല്ല, യാ അസ്ഹാബുൻ നബി എന്ന് പറഞ്ഞിട്ടൊരു ദുആ ഇല്ല. എന്താ ഇല്ലാത്തത്? അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്, അത് ഇസ്ലാം കാണിച്ചു തരാത്തതാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? അത് ദുആയാണ്. ആ ദുആ ആരോടാണ്? അംബിയ മുർസലുകളും അള്ളാഹുവിന്റെ ഔലിയാക്കളും കാണിച്ചു തന്നതുപോലെ അള്ളാഹുവിനോട് മാത്രമാണ്, റബ്ബിനോട് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം സങ്കടം പറയുന്ന, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാഹ് ഇത് രണ്ടാമത്തെ ഖുതുബയാണ്. ഈ രണ്ട് ഖുതുബകളിലും ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒറ്റ വിഷയമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തൗഹീദ് പൂർത്തിയാവുന്നില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് അതുകൂടിയുണ്ട്, എന്നാലേ തൗഹീദ് പൂർത്തിയാവുള്ളൂ. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക? ഇത്തിബാഇലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത്. എന്താണ് പ്രവാചക സ്നേഹം? പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് കുറേ പരിപാടികൾ നടത്തലും, കുറേ ആഘോഷങ്ങൾ നടത്തലും, കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുമാണ് പ്രവാചക സ്നേഹം. അല്ല,
പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്തിബാഅൻ. മഹാനായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ വഴിയിൽ പ്രവാചകന്റെ കാലത്തൊരു മരക്കൊമ്പുണ്ടായിരുന്നെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു ആ മരക്കൊമ്പ് അവിടുന്ന് വെട്ടിമാറ്റിയാലും അവിടുന്ന് കുനിഞ്ഞിട്ട് പോകുമായിരുന്നു. അത്രത്തോളം റസൂലിനെ ഇത്തിബാ ചെയ്യുമായിരുന്നു മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇത്തിബാ ചെയ്യാൻ നമുക്ക് സാധിക്കണം, പ്രവാചകനെ ഇത്തിബാ ചെയ്യാൻ. എവിടെ നിങ്ങൾ ഈ വരുന്ന ഇപ്പൊ നാളെ 13 ശഅബാൻ 13 നാളെ 14, 15 ഈ 3 ദിവസം റസൂലുള്ള ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യാമുൽ ബൈദ് എന്നാണ് ആ നോമ്പിനെ കുറിച്ച് പറയുക. വെളുത്ത വാവുകളിൽ വരുന്ന നോമ്പുകളാണ്. അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ്. ഇത് നമുക്കറിയോ? അറിയില്ല. പല ആളുകൾക്കും അറിയില്ല. ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇടാറുണ്ട് ഇത്തരത്തിലുള്ള നോമ്പുകളെ കുറിച്ച്, അയ്യാമുൽ ബൈദിനെ കുറിച്ചും അതുപോലെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ വരുന്ന നോമ്പുകളെ കുറിച്ച്. പക്ഷെ നമ്മുടെ സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഈ നോമ്പുകളെ കുറിച്ച് അറിയില്ല. 13 എല്ലാ അറബി മാസവും 13, 14, 15 സുന്നത്ത് നോമ്പാണ്. അഫ്ദലാക്കപ്പെട്ട നോമ്പാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും എടുത്ത നോമ്പുകളാണത്. ആ നോമ്പുകൾ നമ്മുടെ ഉമ്മത്തിന് അറിയില്ല. പക്ഷേ ഈ ശഅബാൻ പകുതിയായി കഴിഞ്ഞാൽ ബറാത്തിന്റെ നോമ്പ് നമ്മുടെ നാട്ടുകാർക്കറിയാം, നമ്മുടെ ഉമ്മത്തിനറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം. ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടില്ല, റസൂലുള്ളാഹിന്റെ സഹാബത്തും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു നോമ്പില്ല. പക്ഷേ അതേ ദിവസം വേറെ നോമ്പുണ്ട്. എന്താണ്? അയ്യാമുൽ ബൈദിന്റെ നോമ്പുണ്ട്. ഇവിടെ എങ്ങനെയാണ് എന്താണ് നമ്മുടെ പ്രമാണം? ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, 2 സഹീഹായ ഹദീസുകളാണ്. ഇത് രണ്ടാണ് നമ്മുടെ പ്രമാണങ്ങൾ. ഈ പരിശുദ്ധ ഖുർആനിൽ ഒന്നും ഒഴിവാക്കാനില്ല. ആ ഖുർആൻ പറയുന്നതെല്ലാം അച്ചട്ടാണ്, ഇതിനപ്പുറത്തും ഇപ്പുറത്തുമില്ല. പക്ഷേ ഹദീസുകളുടെ വിഷയം എത്തുമ്പോൾ ഹദീസിൽ പല കാറ്റഗറികളുമുണ്ട്. സഹീഹായ ഹദീസുകളുണ്ട്, അഹ്സനായ ഹദീസുകളുണ്ട്, ദഈഫായ ഹദീസുകളുണ്ട്, മൗദൂആയ ഹദീസുകളുണ്ട്. എങ്ങനെയാണ് ഹദീസുകൾ ഇങ്ങനെ വേർതിരിക്കപ്പെടുന്നത്? ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ ബത്തക്ക കച്ചവടക്കാരൻ ഓന്റെ ബത്തക്ക വിറ്റ് തീർക്കാനുള്ള ഹദീസുകൾ ഉണ്ടാക്കിയിരുന്നു. ഈത്തപ്പഴ കച്ചവടക്കാരൻ ഓന്റെ ഈത്തപ്പഴം വിറ്റ് തീർക്കാനുള്ള ഹദീസുകൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെയുള്ള ഹദീസുകൾ ഇങ്ങനെ അടിച്ചുവിടാൻ ഇരുന്ന ഇരിപ്പിൽ 10, 15 ഹദീസൊക്കെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ആ ഹദീസുകൾ, കള്ള ഹദീസുകൾ വേർതിരിക്കാൻ വേണ്ടിയാണ് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ, മുസ്ലിം റഹിമഹുല്ലാ, അതുപോലെ വലിയ വലിയ പണ്ഡിതന്മാർ ഇറങ്ങി തിരിച്ചത്. എന്ത്? അതിനെ ഫിൽട്ടർ ചെയ്യാൻ, സഹീഹായ ഹദീസുകൾ മാത്രം ഈ ഉമ്മത്തിന് കൊടുക്കാൻ. നിങ്ങൾക്കറിയോ, ഒരു ഹദീസ് അതിന്റെ സ്വഹത്ത് മനസ്സിലാക്കാൻ മാസങ്ങളോളം യാത്ര ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി. മാസങ്ങളോളം. ഇമാം ബുഖാരി ഒരു റഷ്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ത്യാഗം ചെറുതൊന്നല്ല പ്രിയപ്പെട്ടവരെ, ചെറിയ ത്യാഗമൊന്നല്ല. ഒരുപാട് കാൽനടയായിട്ടും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും യാത്ര ചെയ്ത് ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, അന്നമില്ലാതെ മുഷിഞ്ഞ് അദ്ദേഹം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഒരു ഹദീസിന് വേണ്ടി. എങ്ങനെയാണ് ഒരു ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് വേർതിരിക്കുക? ആ ഹദീസ് ഇന്നാള് പറഞ്ഞു എന്ന് റസൂൽ വരെ മുട്ടൂലേ? അതിനാണ് സനദ് എന്ന് പറയുക. അസ്നാദുകളെ പഠിക്കും. ആ അസ്നാദുകളിൽ ഏതെങ്കിലും ഒന്ന്, ആ പരമ്പരയിൽ ഏതെങ്കിലും ഒരു കള്ളനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കളവ് പറയുന്നവനുണ്ടെങ്കിൽ, ഒരു കദ്ദാബ് ഉണ്ടെങ്കിൽ, ആ ഹദീസിനെ അദ്ദേഹം ദഈഫായി വേർതിരിക്കും. ആ ഹദീസ് പിന്നെ സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ അദ്ദേഹം മുഴുവനായും റസൂലിലേക്ക് എത്തുന്ന ഹദീസുകൾ, സത്യസന്ധന്മാരുടെ പരമ്പരയുള്ള ഹദീസുകൾ സ്വഹീഹായി വേർതിരിക്കും. ആ ഹദീസ് നമുക്ക് സ്വീകാര്യമാണ്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാണ്, ബറാഅത്തിന്റെ നോമ്പ് സ്വഹീഹായ ഒരു ഹദീസിലും കാണാൻ പറ്റൂല. നബിദിനാഘോഷം സ്വഹീഹായ ഒരു ഹദീസിലും കാണാൻ പറ്റൂല. സ്വീകാര്യമായ ഒരു ഹദീസുകളിലും മിഅ്റാജിന്റെ നോമ്പ് സ്വഹീഹായ ഒരു ഹദീസിലും കാണാൻ പറ്റൂല. പിന്നെ സാധാരണ പറയും സലഫികൾക്ക് നോമ്പില്ല, തറാവി 11 റക്അത്തായിട്ട് ചുരുക്കി, എല്ലാം ചുരുക്കലാണ്, വെട്ടിച്ചുരുക്കലാണ്. പ്രിയപ്പെട്ടവരെ, ശരിക്ക് സുന്നത്ത് പിന്തുടരലാണെങ്കിൽ ഒരു മാസം 11 നോമ്പ് ഒരാൾക്ക് കിട്ടും. 11 നോമ്പ് എങ്ങനെ കിട്ടുക? എല്ലാ ആഴ്ചയും 2 നോമ്പുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അങ്ങനെ എത്ര നോമ്പായി? 8 നോമ്പ്. അങ്ങനെ വന്നില്ലേ? 3 നോമ്പ് വേറെ അയ്യാമുൽ ബൈദിന്റെ ഉണ്ട്. ഇത് ചിലപ്പോൾ തമ്മിൽ ഓവർലാപ്പ് ആയിട്ടില്ലെങ്കിൽ വേർട്ട് വരികയാണെങ്കിൽ 11 നോമ്പ് ഒരാൾക്ക് ഒരു മാസം കിട്ടും. ആ നോമ്പുള്ളതാണ്, സഹീഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ്. ആ നോമ്പ് എടുക്കാൻ നമ്മുടെ ആളുകൾക്ക് നേരമില്ല. പിന്നെ ഈ മെഹറാജിന്റെ നോമ്പ് വന്നാലോ, ബറാത്തിന്റെ നോമ്പ് വന്നാലോ, അങ്ങനെയുള്ള നോമ്പുകൾ വരുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് ആവേശം കയറാണ്. എന്നിട്ട് പിന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കലും ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയക്കലും ഒന്നും പറയണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഇത്തിബാഉ സുന്ന, സുന്നത്തിനെ പിൻപറ്റലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നാളെ മഅ്ശറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദുൽ കൗസർ വെള്ളം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ?
ഹൗദുൽ കൗസർ വെള്ളം റസൂലുള്ളാഹിക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു പ്രത്യേകതയാണ്. ആ വെള്ളത്തിനെ കുറിച്ച് പറയുന്നത്, അതിലുള്ള വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും, അതിൻ്റെ ആ വെള്ളം കുടിക്കുന്ന ആ ഹൗദിലെ കോപ്പകൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ എണ്ണമുള്ളതുമാണ്. അങ്ങനെ റസൂലുള്ള ഓരോ ഉമ്മത്തിൽപ്പെട്ട ഓരോ ആളുകൾക്കും ആ വെള്ളം കോരി കൊടുക്കുന്നതാണ്. ദാഹിച്ചു വരണ്ട് അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്കുമാണ് ആ വെള്ളം കൊണ്ട് കിട്ടുക. വല്ലാത്തൊരു ആനന്ദമാണത്. അങ്ങനെ റസൂൽ ഒരാളെ വിളിക്കുന്നതാണ്. എങ്ങനെ അയാളെ വിളിക്കുക? അസറു സുജൂദ് കണ്ടിട്ടാണ്, സുജൂദിന്റെ അടയാളം കണ്ടിട്ടാണ്. ഒരാൾ ഇങ്ങനെ പോകും, അപ്പൊ റസൂലിന് മനസ്സിലാവും അയാൾ ഉമ്മത്തിൽപ്പെട്ടതാണ്, അയാൾ തന്റെ സമുദായത്തിൽപ്പെട്ട, അയാൾ മുസ്ലിമാണ്, നിസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണെന്ന് റസൂലിന് മനസ്സിലാവും അയാളെ കാണുമ്പോൾ. അങ്ങനെ ആ അടയാളങ്ങൾ കണ്ടിട്ട് അയാളെ ഇങ്ങോട്ട് വിളിക്കും. അയാൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിന്റെ അടുത്തുണ്ടാവും. റസൂലിനോട് പറയും, വേണ്ട, അദ്ദേഹത്തെ വിളിക്കണ്ട, അയാളെ വിളിക്കണ്ട. റസൂൽ ചോദിക്കും, എന്തുകൊണ്ട് വിളിക്കരുത്? അയാൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ലേ, അയാൾ മുസ്ലിം അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പറയും, അതെ, പക്ഷേ താങ്കളുടെ കാലത്തിന് ശേഷം, താങ്കളുടെ മരണശേഷം അയാൾ താങ്കൾ പഠിപ്പിക്കാത്തത് ഈ ദീനിൽ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. അയാൾക്ക് ഇഷ്ടമുള്ളത് ബിദഅത്തുൻ ഹസന എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇന്നേ ദിവസം എന്തില്ല, ഈ വെള്ളമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, റസൂല് പറയും, സാരില്ല, എൻ്റെ ഉമ്മത്തല്ലേ, എൻ്റെ അനുയായിയല്ലേ, ഓൻ വന്നോട്ടെ എന്ന് പറയുന്ന റസൂല് അങ്ങനെ പറയുന്നത് നമ്മൾ വിചാരിക്കുക. പക്ഷെ അല്ല, റസൂലിന് ദേഷ്യം വരും. റസൂൽ പറയും, സുഹ്ഖൻ സുഹ്ഖാ, സുഹ്ഖൻ സുഹ്ഖാ, വിദൂരപ്പോ, വിദൂരപ്പോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏത് റസൂലാണ് അത് പ്രിയപ്പെട്ടവരെ? റസൂലിന് വേണമെങ്കിൽ മിന്നൽ പിണർപ്പിന്റെ വേഗത്തിൽ സിറാത്ത് പാലം കിടക്കാം. പക്ഷേ റസൂൽ സിറാത്ത് പാലം കിടക്കൂല. ആ സിറാത്ത് പാലത്തിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് തന്റെ സമുദായം ആ പാലം കിടക്കുമ്പോൾ റസൂൽ പറയാൻ എന്താ അറിയോ? യാ റബ്ബി സല്ലിം, യാ റബ്ബി സല്ലിം, സല്ലിം, യാ റബ്ബി സല്ലിം. അല്ലാഹുവേ എളുപ്പാക്കി കൊടുക്ക റബ്ബേ, എളുപ്പാക്കി കൊടുക്ക റബ്ബേ. സ്വന്തം കാര്യം നോക്കാതെ ഷഫാഅത്തിന് വേണ്ടി അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ റസൂലാണ് ഒരു ബിദ്അയെ കാണുമ്പോൾ, ഒരു പുത്തനാചാരക്കാരെ കാണുമ്പോൾ പറയുന്നത് സുഹ്ഖൻ സുഹ്ഖാ. അവിടെ പ്രവാചകന് കരുണ തോന്നുന്നില്ല, വാത്സല്യം തോന്നുന്നില്ല. കാരണം അവൻ ചെയ്തത് അത്രമാത്രം വലിയ ദുൽമാണ്, അവൻ ചെയ്തത് അത്രമാത്രം വലിയ അക്രമമാണ്. എന്തുകൊണ്ടാണ് അത് അത്രയും വലിയ അക്രമമാകുന്നത് നിങ്ങൾക്കറിയോ? 23 കൊല്ലക്കാലം റസൂൽ നേർക്ക് ഉറങ്ങിയിട്ടില്ല, നേർക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, സമാധാനത്തോടൊന്നും ഇരുന്നിട്ടില്ല. ഉണക്ക റൊട്ടി മാത്രമാണ് കഴിച്ചത്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും, സക്കറാത്തിന്റെ വേദനയിൽ പോലും തന്റെ ഉമ്മത്തിനെ ചിന്തിച്ചിട്ട് വേദനിച്ചിട്ടുണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ റസൂൽ മരിച്ചപ്പോ നമ്മൾ പറയുന്നത് എന്താ? ഹേയ്, കുറെ നല്ല കാര്യങ്ങൾ റസൂൽ പഠിപ്പിക്കാണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അതല്ലേ അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവർ? ഒരു നല്ല കാര്യം റസൂൽ പഠിപ്പിക്കാതെ പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് അധികം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് റസൂല് പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ വിട്ടതാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ വക എന്ത് ചെയ്യാ, ആഡ് ചെയ്യാ എന്ന് പറഞ്ഞ് കൂട്ടുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ ചോദ്യം ചെയ്യലാണ്. പല നല്ല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാതെ പറയലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഇത്തിബാഉസുന്നന്റെ ആളുകളാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മാത്രം നന്മയായി ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പൂർണ്ണ വക്താക്കളായി പൂർണ്ണമായും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്മായിൽ ഹാജി, അദ്ദേഹം അസുഖമായി കിടപ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഷഫിയാക്കി കൊടുക്കട്ടെ. ഇതേ അസുഖം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ഉമ്മ കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. ആ ഉമ്മയുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഇടയിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് വാപ്പമാരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ ഷിഫ നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്ക് വിധിച്ചത് മരണമാണെങ്കിൽ, ആ മരണമാണ് അവർക്ക് ഖൈറെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനുള്ളൊരു മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും റബ്ബ് ഷിഫ നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.